ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു മെറ്റാ ആഡ്സ് റൺ ചെയ്യാമെന്നുള്ളതാണ്. മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്കൊരു ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് മുൻപൊരു വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ആഡ്സ് എങ്ങനെ റൺ ചെയ്യാം, അതായത് അന്ന് ഫേസ്ബുക്ക് ആഡ്സ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി മെറ്റാ ആഡ്സ് എന്ന് മാറി. അപ്പോൾ അന്ന് എങ്ങനെ ആ ആഡ്സ് റൺ ചെയ്യാം എന്നറിയാൻ പറ്റില്ല സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം എങ്ങനെ ബിസിനസ്സിലേക്ക് സ്വിച്ച് ചെയ്യാം, ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആഡ്സ് മാനേജർ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതേപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കണം, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരിക്കണം. ഇൻസ്റ്റാഗ്രാം പേജ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് പേജ് ആയിരിക്കണം, അതായത് ഇൻസ്റ്റാഗ്രാം ബിസിനസ് പേജ് ആയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിന് ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ആഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം തന്നെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം. അതായത് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജുമായിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ വാട്സപ്പ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ് എന്ത് ചെയ്യണം, ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെ കണക്ട് ചെയ്തിട്ട് എല്ലാം സെറ്റായിട്ട് വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ആഡ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ഫേസ്ബുക്ക് ആഡ്സ് അതായത് മെറ്റാ ആഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം, അതായത് മെറ്റാ ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം തന്നെ തമ്മിൽ കണക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കണം നിങ്ങളെ പേജ് വരുന്നത്. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഫേസ്ബുക്ക് പേജിൻ്റെ പേരും അതേപോലെ തന്നെ അക്കൗണ്ടിൻ്റെ പേരും ഒരേപോലെ ക്രിയേറ്റ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക അക്കൗണ്ടും ഓപ്പൺ ചെയ്യുക, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഭാവിയിൽ ഫേസ്ബുക്ക് നിങ്ങൾ ആഡൊക്കെ റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിലാണ്, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ആ ഒരു പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പേരിൽ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ ID വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പേരിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും ആ സ്ഥാപനത്തിൻ്റെ പേരിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ ID പ്രൂഫോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് നല്ലത്. കാരണം ഫേസ്ബുക്കിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ അണ്ടറിലാണ് ഏതൊരു സ്ഥാപനം ഉണ്ടാവുക. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ സ്ഥാപനത്തിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് പകരം നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വേണം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾ അണ്ടറിലാണ് ഈ ഒരു പേജ് ഉള്ളത് എന്നത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ആ പേജ് വഴി എന്തെങ്കിലും നിങ്ങൾ അക്കൗണ്ട് ത്രൂ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അക്കൗണ്ട് ത്രൂ പോവുള്ളൂ. നിങ്ങളാണ് ഈ ഒരു പേജിൻ്റെ ഓണർ എന്നുള്ളതൊന്നും തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പല ആളുകൾക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാഫിനൊക്കെ വരുന്ന കേസിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഏത് പെർമിഷനാണോ വേണ്ടതെന്നുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നോർമലായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റാ ആഡ്സിനെ പറ്റിയുള്ള A to Z വരുന്ന ഒരു വീഡിയോ സീരീസ് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പേജിലേക്ക് സ്വിച്ച് ചെയ്യുക. നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പേജിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇടത് സൈഡിൽ കാണാൻ പറ്റും ആഡ്സ് മാനേജർ എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അവിടെ ആഡ്സ് മാനേജർ എന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു അഡ്രസ് ബാറിൽ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആഡ്സ് മാനേജറിലേക്ക് വരും. ക്ലിയർ ആയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്കിവിടെ മൾട്ടിപ്ലൈയിൽ ആഡ് അക്കൗണ്ട് എന്നുള്ളത് ഞാൻ മൾട്ടിപ്ലൈയിൽ ആഡ് അക്കൗണ്ട് ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡ് അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. കാരണം പല ആളുകൾക്കും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സണൽ ആഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ ഒരു ആഡ് അക്കൗണ്ട് വഴിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ഒരു ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സിൽ വരിക. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കാർഡാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എല്ലാ കാർഡും തന്നെ സപ്പോർട്ട് ചെയ്യില്ല. പല ആളുകൾക്ക് SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് പോലെയുള്ള ബാങ്കുകളുടെ കാർഡുകളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഡെബിറ്റ് കാർഡൊന്നും തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ICICI HDFC പോലുള്ള ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും സപ്പോർട്ട് ചെയ്യും. റൂപേ കാർഡ് സപ്പോർട്ട് ചെയ്യില്ല. കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ആഡ് ഫണ്ട് എന്ന് പറയുന്ന മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് ഫണ്ട് ഈ രീതിയിൽ ചെയ്തു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ ക്യാമ്പയിൻസിലേക്ക് വരിക. ക്യാമ്പയിൻസിലേക്ക് വന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനാണ് കൊടുക്കുന്നത്. എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനിൽ നമുക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിലും അതേപോലെ ഇൻസ്റ്റഗ്രാം DMലേക്കും ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലേക്കൊക്കെ മെസ്സേജ് വരുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോ വ്യൂസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ എൻഗേജ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു പേജിലേക്ക് വരും. അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാനുവൽ ക്യാമ്പയിൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിൽ ഇടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമ്പയിൻ നെയിം ആഡ് സെറ്റ് ആഡ്. അപ്പം ഇതിൻ്റെ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഈ ക്യാമ്പയിൻ നെയിം, അതായത് ക്യാമ്പയിനിലാണ് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് സെയിൽസ് ക്യാമ്പയിൻ വേണോ, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ വേണോ, ട്രാഫിക് ക്യാമ്പയിൻ വേണോ എന്നുള്ളതെല്ലാം സെലക്ട് ചെയ്യുക. ഈ ഫസ്റ്റിലുള്ള ഒരു സെക്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സെല്ലും കാണാൻ പറ്റും, അതേപോലെ തന്നെ മുകളിലും കാണാൻ പറ്റും. ആഡ് സെറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിയൻസ്, ബഡ്ജറ്റ്, ഡേറ്റ്, ടൈം, പ്ലേസ്മെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ആഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ് നിങ്ങളുടെ ക്രിയേറ്റീവ്സ്, അതായത് വീഡിയോ വേണോ ഫോട്ടോ വേണോ എന്നുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലും അതേപോലെ മുകളിലും കാണാൻ പറ്റും എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ കാണാൻ പറ്റും, അതേപോലെ ആഡ് സെറ്റ് ആഡ്. അപ്പോൾ ഇതിലെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ് വേണം എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് സെയിൽസ് ക്യാമ്പയിൻ വേണോ, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ വേണോ, അവെയർനെസ് വേണോ, ട്രാഫിക് വേണോ തുടങ്ങിയുള്ള എന്ത് ഒബ്ജക്റ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ഒബ്ജക്റ്റ് ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് സെറ്റ് എന്ന് പറയുന്നതിലാണ് ഓഡിയൻസ്, അതേപോലെ തന്നെ ബഡ്ജറ്റ്, പ്ലേസ്മെൻറ്റ്സ് എല്ലാം തന്നെ സെറ്റ് ചെയ്യുക ആഡ് സെറ്റിലാണ്. ആഡിലാണ്, അതായത് ഇവിടെ മൂന്നാമത്തതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് വേണോ, ഫോട്ടോസ് വേണോ, കരോസൽ ആഡ് വേണോ, എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു സെക്ഷനിലാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ ഇവിടെ ഒന്നും തന്നെ ചെയ്യാം. നോർമലി ഒരു ആഡ് റൺ ചെയ്യുന്ന ഒരാൾക്ക്, അതായത് നോർമലി ഒരു ആഡ് എങ്ങനെ റൺ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ കവർ ചെയ്യുന്നില്ല. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. കാരണം പല ആളുകളും എന്ത് ചെയ്യും, നോർമൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ ബ്ലോക്ക് ആവും. അപ്പോൾ അഡ്വാൻസ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ആഡ് റൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റിലുള്ളതിൽ ഒന്നും തന്നെ ചെയ്യേണ്ട. അതിൻ്റെ താഴെ കാണാൻ പറ്റും സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്നുള്ളത്. ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് റൺ ചെയ്യുന്ന ആളാണെങ്കിലും, അതേപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് ഫൈനാൻസ് പോലുള്ള കാറ്റഗറി, അതായത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ആഡ്. ഇങ്ങനെയുള്ള ആഡുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ചേഞ്ചസുകൾ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇതിൽ കവർ ചെയ്യില്ല. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എങ്ങനെ ആഡായിട്ട് റൺ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇവിടെ നേരെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് സെറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ആഡ് സെറ്റ് നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ആഡ് സെറ്റ് നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും തന്നെ കൊടുക്കണില്ല. അതേപോലെ തന്നെ ഇവിടെ കൺവേർഷൻ എന്നുള്ളടത്ത് ഇവിടെ നിങ്ങൾക്ക് എന്തിലേക്കാണോ പോകേണ്ടത് എന്നുള്ളതും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്കാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടണമെന്ന് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് മെസ്സേജ് വരാണ് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ പറ്റും, നിങ്ങളോട് ചോദിക്കും ഏതിലേക്കാണ് മെസ്സേജ് വരേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ട, നിങ്ങൾ ഇവിടെ മാനുവലി സെലക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
എന്നിട്ട് ഞാൻ വാട്സപ്പ് അൺടിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സപ്പ് സെലക്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു നമ്പർ വേണ്ട, വേറൊരു നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണക്ട് അനദർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ആ നമ്പർ കൊടുത്തിട്ട് OTP വെച്ചിട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ആയിരിക്കണം എന്ന് മാത്രം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജറിലോ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫേസ്ബുക്ക് പേജിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്പർ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേജുകളിൽ ഒരേ നമ്പർ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വരിക. ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ഒരു 300 എങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. 300 കൊടുത്തിട്ട് നേരെ ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷനിൽ വന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഓഡിയൻസ് സെക്ഷനാണ് പലർക്കും വന്നിട്ടുള്ള ഒരു കൺഫ്യൂഷന്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലൊക്കേഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലാണ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് കൊടുക്കുക, പിൻകോഡ് വൈസിട്ടാണ് പിൻകോഡ് കൊടുക്കുക, എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾ കേരള സെലക്ട് ചെയ്തു, അതിൽ ആലപ്പുഴ വേണ്ട, കണ്ണൂർ വേണ്ട, അല്ലെങ്കിൽ കോഴിക്കോട് വേണ്ട, മലപ്പുറം വേണ്ട, ബാക്കി എല്ലാ ജില്ലകളും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആ ഒരു ജില്ല മാത്രം ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ എക്സ്ക്ലൂഡ് ഒന്നും ചെയ്യുന്നില്ല. നേരെ താഴത്തേക്ക് വീണ്ടും വരിക. ഇവിടെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഓഡിയൻസ് സജഷൻസ് എന്നുള്ള ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓഡിയൻസ് സജഷൻസ് കൊടുക്കാം. ജസ്റ്റ് താഴേക്ക് വരിക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഏജ് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് കൊടുക്കുക. അതേപോലെ തന്നെ ജെൻഡർ ഏതാണെന്നുള്ളത് ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ ബിസിനസ് ഓണേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ജോബ് ടൈറ്റിലും ഉണ്ടാവും. ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റുകളൊന്നും തന്നെ ആഡ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 3-4 ഇൻട്രസ്റ്റ് മാക്സിമം മേജറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അവിടെ ഇൻട്രസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് നേരെ താഴേക്ക് വരിക. പിന്നെ പ്ലേസ്മെൻറ്റ്സ് ആണ്. പ്ലേസ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിലവിലുള്ള ബൈ ഡിഫോൾട്ടായിട്ട് വന്നുള്ള ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ കാണാൻ പറ്റും ആഡ് സെറ്റപ്പ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പോസ്റ്റർ കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റും യൂസ് ചെയ്യുക, ക്രിയേറ്റ് ആഡ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനും ചെയ്യാം. അപ്പോൾ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റും ക്രിയേറ്റ് ആഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിൽ പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ആയിട്ട് റൺ ചെയ്യാം. ക്രിയേറ്റ് ആഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാം. അപ്പം ക്രിയേറ്റ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആഡ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ പേജിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണരുത് എന്നുള്ള രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു നിശ്ചിത ടൈമിലുള്ള ഓഫറുകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ നിശ്ചിത ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതായത് റീമാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്നവരെ മാത്രം ഈ ഒരു ഓഫർ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ സെയിൽസ് ആഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം പകുതിയിൽ വെച്ച് പർച്ചേസ് ചെയ്യാതെ പോയ ആളുകളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ നമുക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്തിട്ട് അവരെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് അവരെ മാത്രം ആ ഒരു പോസ്റ്റ് കണ്ടാൽ മതി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ, അവരെ വീഡിയോ കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ഓഡിയൻസിനൊന്നും നമ്മളുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും കാണണ്ട. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ആഡാണ് യൂസ് ചെയ്യുക. അപ്പം നോർമലി ഉള്ള കേസിൽ നിങ്ങൾക്ക് യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റോ അല്ലെങ്കിൽ ക്രിയേറ്റ് ആഡ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പോകണമെങ്കിൽ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുക്കുക. കാരണം നിങ്ങളുടെ പേജിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ നിങ്ങളുടെ പോസ്റ്റർ എന്താണോ അത് അപ്ലോഡ് ചെയ്യുക, നേരെ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഇഷ്യൂസ്, സൈസ് റെഡി ആവാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ താഴേക്ക് വരിക, ഇവിടെ സെലക്ട് പോസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്, നേരെ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ കൊടുക്കും, അതെല്ലാം തന്നെ ഇവിടെ വരും. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവരോട് ഓട്ടോമാറ്റിക്കലി അവിടെ മൊബൈലിൽ വരും ഇന്ന ഓപ്ഷൻ, ആ ഒരു ഈ ക്വസ്റ്റ്യൻസ് അവിടെ കാണിക്കും. അപ്പോൾ അവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു മെസ്സേജ് ആയിരിക്കും നമ്മുടെ വാട്സപ്പിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചാറ്റ് കൊടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ചാറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം ഇതൊക്കെ ഓരോ സിറ്റുവേഷനിൽ ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ നോർമലി ഒരു ആഡ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ
കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ഇതിൽ കവർ ചെയ്യുന്നില്ല. നോർമലി ചെയ്യുന്ന ആൾക്ക് ഇതൊന്നും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരെ അടിപൊളി വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ നേരെ റൺ ചെയ്താൽ അത്യാവശ്യം നല്ല റിസൾട്ട് വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ആണെന്നുണ്ടെങ്കിലും പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു സാധനം ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല റിസൾട്ട് വരാനും സാധ്യത കൂടുതലാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് റൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഇവിടെ ഇൻ ഡ്രാഫ്റ്റ് എന്ന് വരും. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അപ്പോൾ ഇത് പ്രോസസ്സായി വരാൻ ഏകദേശം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പ്രോസസ്സിംഗ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം അത് റിവ്യൂലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഏകദേശം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ആവും. ചില കേസുകളിൽ 4 to 8 hours ഇത് സമയമെടുക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചിലപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പബ്ലിഷ് ആയി വരുന്നത് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മുൻകൂട്ടി ആഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നാളെ രാവിലേക്കുള്ളത് ഇന്ന് തന്നെ ഫുൾ സെറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഈ ആഡ് സെറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, സ്റ്റാർട്ടിങ് ഡേറ്റ്. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് ഡേറ്റും ടൈമും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേന് അത് ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോസ് ഫേസ്ബുക്ക് ആഡ്സിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെ പറ്റി ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്യാം. അതിൽ നമുക്ക് എങ്ങനെ ഇ-കൊമേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് A to Z കവർ ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ സീരീസ് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.